ശേഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എം ജി ജോൺ ആണ് ഇന്ന് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. ഗാന ശുശ്രൂഷയ്ക്കായി ബ്രദർ കെ ബാനു ഡാളസിലുള്ള കർത്താവിന്റെ ദാസനെ ഞാൻ ലൈനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ ഗാന ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം പാസ്റ്റർ എം ജി ജോൺ വചന ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം
നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. ആമേൻ. സ്തോത്രം. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാട്ട് പാടുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചല്ലോ. സ്തോത്രം. നീ എന്നെ ഓർക്കുവാൻ ഞാനൊന്നുമില്ല. ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. സ്തോത്രം. ദൈവം തന്റെ കർത്താവിന്റെ ദാസനെ വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. തുടർന്നുള്ളതായ 15-20 മിനിറ്റുകൾ, ഏകദേശം 20 മിനിറ്റോളം വചനശുശ്രൂഷയ്ക്കുള്ളതായ സമയമാണ്. കർത്താവിന്റെ ദാസൻ പാഷ MG ജോൺ ലൈനിലുണ്ടല്ലോ. അടുത്ത 20 മിനിറ്റുകളോളം കർത്താവിന്റെ ദാസനെ ശുശ്രൂഷിക്കാനുള്ള സമയമാണ്. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രയർ ലൈനിൽ ഇന്ന് രാത്രിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഇതിന്റെ കോർഡിനേറ്ററായ ബ്രദർ സാജൻ, ഇന്നത്തെ ഈ പ്രയർ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്തദാസൻ CS മാത്യു, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവും വന്ദനവും ഈ സമയം അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയുടെ തീം എന്ന് പറയുന്നത് പെർസിക്യൂട്ടർ ചർച്ചിനെ കുറിച്ചാണ്. ഈ വിഷയമോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു വിഷയങ്ങളോ സംസാരിക്കാനുള്ള പെർമിഷൻ എനിക്കുണ്ടെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ നൽകിയ പ്രേരണ പീഡിത സഭയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്ന ഏകദേശം 20 മിനിറ്റ് ദൈവവചനത്തിന് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിന്റെ മുഖവുരയായി വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന തുയൈത്തൈര സഭ. തുയൈത്തൈര എന്ന് പറഞ്ഞാൽ പീഡിത സഭ എന്നാണ് എൻ്റെ അർത്ഥം. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ 7 ചാരിത്രിക സഭകളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അതിൽ 4ാമത്തെ സഭയാണ് തുയൈത്തൈര സഭ. ആ സഭയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഭ പീഡിത സഭയായി തീർന്നാലും പീഡിപ്പിക്കപ്പെട്ടാലും ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് ആ സഭയെ പിന്തിരിപ്പിക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഈ സഭ പീഡനങ്ങളിൽ കൂടെ കടന്നുപോയിട്ടും ആദ്യത്തേതിലുള്ള പ്രവൃത്തിയേക്കാൾ മികച്ച പ്രവൃത്തി ആ സഭയോടുള്ള ബന്ധത്തിൽ ഒടുവിലത്തെ നാളുകളിൽ സംഭവിച്ചു എന്ന് കാണുന്നു. അവരുടെ പ്രവൃത്തി ഇവിടെ പ്രശംസിക്കപ്പെടുന്നു. ആ സഭയുടെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത ഇവയെല്ലാം ഇവിടെ ഒരുപോലെ പ്രശംസിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മെ തളർത്തുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കയില്ല.
നമ്മെ തളർത്തുവാൻ സാത്താൻ പ്രവർത്തിക്കുമ്പോൾ, ചുറ്റുപാടുകൾ നമുക്ക് വിരോധമായി ആളുകൾ എഴുന്നേൽക്കുമ്പോൾ, ഒരു ശക്തിക്കും സഭയെ തകർക്കുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യമാണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ഇന്ന് രാത്രിയിൽ മുഖവുരയായി നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. നമുക്ക് പ്രധാനമായി ചിന്തിക്കേണ്ടത് യെരുശലേമിലെ സഭയ്ക്കുണ്ടായ ഒരു വലിയ പീഡ. അത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അതിന്റെ 1-ാം വാക്യം, സെക്കൻഡ് പാർട്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. എന്തുകൊണ്ടാണ് യെരുശലേമിലെ സഭയ്ക്ക് ഉപദ്രവം നേരിട്ടത്? അത് അവിടുത്തെ യഹൂദന്മാരായ ആളുകൾ ആ സഭയെ ഉപദ്രവത്തിലേക്ക് വലിച്ചഴിച്ചു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ആ യഹൂദ സഭയെ, യഹൂദ മതത്തെ, ഭരണാധികാരികളെ അതിനുവേണ്ടി ഉപയോഗിച്ചത് ദൈവം തന്നെയാണ്. നമ്മൾ സാധാരണയായി എല്ലാം പിശാചിന്റെ തലയിൽ കെട്ടിവെക്കുന്നവരാണ്. പിശാച് അങ്ങനെ ചെയ്തു, പിശാച് അങ്ങനെ പ്രവർത്തിച്ചു, അങ്ങനെ പ്രവർത്തിപ്പിച്ചു. എന്നാൽ ദൈവം അനുവദിക്കാതെ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇങ്ങനെ സംഭവിക്കുവാൻ കാരണം, നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. നിങ്ങൾ കാത്തിരുന്ന് ശക്തി പ്രാപിക്കണം. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടും. ആ ശക്തി ലഭിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്റെ സാക്ഷികളാകുക. എവിടെയെല്ലാം സാക്ഷികളാകണമെന്ന് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നാമതായി നിങ്ങൾ യെരുശലേമിൽ എന്റെ സാക്ഷ്യം വഹിക്കണം. യഹൂദ്യയിൽ എല്ലായിടത്തും. അങ്ങനെ പറയാൻ കാരണം, യെരുശലേം എന്ന് പറയുന്ന യഹൂദിയ പ്രോവിൻസിന്റെ, ആ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരിയാണ്. ആ പട്ടണത്തിൽ മാത്രമല്ല, യഹൂദിയ പ്രോവിൻസിൽ എവിടെയെല്ലാം പട്ടണങ്ങള്, ഗ്രാമങ്ങളുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ എന്റെ സാക്ഷികളാകണം. അടുത്തത് നിങ്ങൾ ശമരിയയിലേക്ക് പോകണം. അതിനുശേഷം ഭൂമിയിൽ എല്ലായിടവും എന്റെ സാക്ഷ്യം വഹിക്കണം. എപ്പോൾ? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടുമ്പോൾ. 2-ാം അധ്യായത്തിൽ അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചു. നമുക്കെല്ലാവർക്കും അതിന്റെ ചരിത്ര പശ്ചാത്തലം അറിയാം. യെരുശലേമിൽ മർക്കോസിന്റെ മാളികമുറിയിൽ കൂടിയിരുന്ന ഏകദേശം 120 ആളുകൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചു. അവർ അവിടെ അന്യഭാഷകൾ പറഞ്ഞു. ആ അന്യഭാഷയിൽ മാത്രം അവർ തൃപ്തിപ്പെട്ട് യെരുശലേമിലെ 4 മതിൽക്കെട്ടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുവാനായി ആഗ്രഹിച്ചു. പക്ഷെ കർത്താവ് 1-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഈ ആത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ എന്റെ സാക്ഷികളായി യെരുശലേമിലും യെരുശലേമിൽ നിന്ന് പുറത്തുള്ള സ്ഥലത്തേക്കും പോകണം. അത് അവർക്ക് ചെയ്യുവാൻ കഴിയാതെ വന്നപ്പോൾ അവരെ ചിതറിക്കുവാൻ തമ്പുരാൻ പ്ലാൻ ഇട്ടു. ആ ദൈവിക പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് യെരുശലേമിലെ സഭയ്ക്ക് ആ കാലത്ത് ഒരു വലിയ ഉപദ്രവം നേരിട്ടത്. എന്നാൽ അവർക്ക് നേരിട്ട ഉപദ്രവങ്ങൾക്ക് അവരെ തളർത്തുവാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം,
അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചവരായതുകൊണ്ട് ഈ ഉപദ്രവം നേരിട്ടപ്പോൾ അതിന്റെ റീസൺ എന്താണെന്ന് അവർ മനസ്സിലാക്കി. നമ്മുടെ ഭാഗത്ത് എന്തോ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, അനുസരണക്കേട് സംഭവിച്ചിരിക്കുന്നു. നമ്മൾ സാക്ഷിയായി പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഇടത്ത് ഈ യെരുശലേമിൽ ഒതുങ്ങി കൂടിയത് കൊണ്ടാണ് ദൈവം നമുക്ക് വിരോധമായി ചിലരെ എഴുന്നേൽപ്പിച്ചത് എന്ന് അവർക്ക് മനസ്സിലാകുകയും 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ അങ്ങനെ ചിതറിപ്പോയവർ എന്ത് ചെയ്തു? വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. നേരത്തെ തന്നെ കർത്താവരോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് ശക്തി കിട്ടുമ്പോൾ നിങ്ങൾ എന്നെ കുറിച്ച് പ്രസംഗിക്കുന്നവരാകണം, എൻ്റെ സാക്ഷികളാകണം. അങ്ങനെ നിങ്ങൾ യെരുശലേമിൽ, യഹൂദ്യയിൽ എല്ലായിടത്തും, അതിനുശേഷം ശമരിയയിലേക്കും പോകണം. ഇങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടായില്ല എങ്കിൽ അവർ യാതൊരു കാരണവശാലും ശമരിയയിലേക്ക് പോവുകയില്ല. അതിന്റെ കാരണം യഹൂദന്മാരും ശമരിയക്കാരും തമ്മിൽ യാതൊരു സംസർഗവും ഉണ്ടായിരുന്നില്ല. ഇവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നാൽ ഈ പ്രോവിൻസ് അവർ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു വഴിത്താരയായി പോലും ഉപയോഗിച്ചിരുന്നില്ല. ആ നിലയ്ക്ക് യെരുശലേം ശമരിയ ഒറ്റപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. ശമരിയ ഒറ്റപ്പെട്ടു പോകുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ശമരിയർ ദൈവത്തിന്റെ വചനം കേൾക്കണമെന്നുള്ളത് ദൈവിക പദ്ധതി ആയതിനാൽ യെരുശലേമിൽ മാത്രം ഒതുങ്ങിയിരുന്ന ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകുകയും അവരെ തമ്പുരാൻ പല സ്ഥലങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തു. നമ്മൾ താഴോട്ട് പഠിക്കുമ്പോൾ ഒരു പഠന രൂപത്തിൽ ഇത് മനസ്സിലാക്കിയാൽ 14 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം അവരെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ശമരിയയിൽ ചെയ്യിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമതായി, ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു. ഒന്നുകൂടെ പറയാം, ഈ ഫിലിപ്പോസ് ശമരിയയിൽ ചെന്ന് ദൈവവചനം പ്രസംഗിച്ചതുകൊണ്ട്, സുവിശേഷം അറിയിച്ചതുകൊണ്ട് അവർ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടു. ഒരു വ്യക്തി ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചെങ്കിൽ മാത്രമേ ആളുകൾക്ക് ദൈവവചനം കേൾക്കുവാൻ സാധിക്കത്തുള്ളൂ. കേട്ടെങ്കിൽ മാത്രമേ അവർക്ക് വിശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ. വിശ്വസിച്ചെങ്കിൽ മാത്രമേ അത് രക്ഷയ്ക്കായി രൂപാന്തരപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മാനുഷികമായ ചിന്തയിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടുവാൻ ആഗ്രഹിച്ചാൽ നമ്മളെ ചിതറിക്കേണ്ടതിന് വേണ്ടി ദൈവം ചില വ്യക്തികളെ എഴുന്നേൽപ്പിച്ച് പീഡകളും ഉപദ്രവങ്ങളും അതുപോലെയുള്ള കഷ്ടതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ സംഭവിക്കുമ്പോൾ നാം എന്താ ചെയ്യേണ്ടത്? ഈ പ്രയർ ലൈനിൽ പങ്കെടുക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നാം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ തയ്യാറായാൽ ആ പ്രസംഗിക്കപ്പെടുന്ന വചനം ചില ആളുകൾ കേൾക്കുകയും കേൾക്കുന്ന വചനം ചില ആളുകൾ വിശ്വസിക്കുകയും വിശ്വസിക്കുന്ന വചനത്താൽ അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്യും. അടുത്ത് നമ്മൾ വായിക്കുന്നത് 17-ാം വാക്യത്തിൽ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോൾ ശമരിയയിൽ പോയി ദൈവവചനം പ്രസംഗിച്ച ഫിലിപ്പോസ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ച വ്യക്തിയാണ്. ആ ദൈവവൃത്യൻ ശമരിയയിൽ പോയി ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ വചനം കേട്ട എല്ലാവരും ദൈവവചനം കൈക്കൊള്ളുവാനിടയായി തീർന്നു. നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ദൗത്യം
കർത്താവ് അയക്കുന്ന സ്ഥലത്ത് പോയി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക. നമ്മൾ സുവിശേഷീകരണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രധാന തത്വം അതിനകത്തുണ്ട്. ഗോ ഓർ സെൻഡ്. ഒന്നുകിൽ നമ്മൾ പോകുക, അല്ലെങ്കിൽ വേറെ ഒരാളെ അയക്കുക. ഫിലിപ്പോസ് വേറെ ആളുകളെ അങ്ങോട്ട് അയച്ചില്ല, ഫിലിപ്പോസ് തന്നെ അവിടേക്ക് പോയി. നമുക്കൊരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ചില ആളുകളെ അയക്കുവാൻ കഴിയണം. അതും സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം, സുവിശേഷം അറിയിക്കുന്ന ആളുകൾക്ക് വേണ്ടി, കർത്താവിന്റെ വേല ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്യേണ്ട തന്റെ ദൗത്യം ദൈവം നിർവഹിക്കുകയും, ശമര്യയിലുള്ള ആളുകൾ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടപ്പോൾ അവർക്ക് ലഭിച്ചത് എന്താണ്? ദൈവം അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യെരുശലേമിൽ ഇവർ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഈ ശമര്യയിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനോ ശക്തി പ്രാപിക്കുന്നതിനോ സാധിച്ചില്ല. എന്നാൽ ഒരു പ്രോവിൻസ് മൊത്തത്തിൽ, ആ ശമര്യ ദേശം മൊത്തത്തിൽ ദൈവവചനം കേൾക്കുന്നതിനും വചനം കൈക്കൊള്ളുന്നതിനും പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നതിനും അവിടെ ഒരു വലിയ ആത്മീയ ഉണർവുണ്ടാകുന്നതിനും യെരുശലേമിലെ സഭയ്ക്ക് നേരിട്ടതായ ആ പേർസിക്യൂഷൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു നല്ല അവസ്ഥയിലേക്ക് ആക്കി തീർത്തു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു ഭാഗം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കർത്താവിൽ വിശ്വസിച്ചവരുടെ കൂട്ടം എങ്ങനെ ഉള്ള കൂട്ടമായിരിക്കണം? 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. All the believers were one in heart and mind. അവരുടെ ഹൃദയം കൊണ്ടും മനസ്സും കൊണ്ടും വിശ്വസിച്ച ആളുകളുടെ കൂട്ടം, അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂട്ടം ഒന്നായിരുന്നു. അവർക്ക് രണ്ട് പക്ഷമില്ല, രണ്ട് അഭിപ്രായമില്ല, രണ്ട് വിധത്തിലുള്ള ആലോചനകളില്ല. 100 കണക്കിന് ആളുകൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ഓൾ ദ ബിലീവേഴ്സ്, എല്ലാ വിശ്വാസികളും ഒന്നായി തീർന്നു, ഏക ഹൃദയമുള്ളവരായി തീർന്നു, ഏക മനസ്സുള്ളവരായി തീർന്നു എന്നാണ് കാണുന്നത്. നമ്മളെ മണിപ്പൂരിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഉത്തരേന്ത്യയിൽ പീഡകൾ അനുഭവിക്കുന്ന വിശ്വാസികളെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ തളരുകയോ ക്ഷീണിക്കുകയോ അധൈര്യപ്പെടുകയോ ആശങ്കപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നാളിതുവരെ വിശ്വസിച്ച ആളുകൾ, അല്ലെങ്കിൽ അവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരാണെങ്കിൽ ലോകത്തിലുള്ള ഒരു ശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. ആ ഒരു വലിയ യാഥാർത്ഥ്യം ദൈവമക്കൾ മനസ്സിലാക്കണം. നമ്മളെ വാർത്തകൾ കേൾക്കുമ്പോൾ, പരസ്യങ്ങൾ കാണുമ്പോൾ, മറ്റുള്ള ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ ഭയവിഹുലരായി തീരാറുണ്ട്. എന്നാൽ അങ്ങനെ ഭയവിഹുലരായി തീർന്നാൽ പിശാച് പ്രബലനായി തീരുകയും നമ്മുടെ ശക്തി ഇല്ലാതെ നാം കേവലം സാധാരണ ആളുകളെ പോലെ ആയിത്തീരുവാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കുവാൻ വിശ്വാസികളായി നമ്മൾ വിശ്വസിച്ചവരുടെ
കൂട്ടമായതുകൊണ്ട്, നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായതുകൊണ്ട്, പ്രാർത്ഥനയിൽ ദിനംതോറും ദൈവസന്നിധിയിൽ പോരാടുന്നവരായതുകൊണ്ട്, ദൈവത്തിന്റെ വഴികളുടെ ആകെ തുക അറിയുവാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗം ലഭിച്ചവരായതുകൊണ്ട്, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരിക്കണം എന്നുള്ള പ്രബോധനത്തോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനും അല്പസമയം ദൈവവചനം സംസാരിക്കുന്നതിനും എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ടവരോടുള്ള എൻ്റെ പ്രത്യേകമായ നന്ദി ഈ സമയം അറിയിക്കുകയാണ്. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരായി ധൈര്യമുള്ളവരായി കർത്താവിൽ നമ്മുടെ പ്രയത്നം അത് വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുമീൻ എന്നുള്ള ആശംസയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.